അല്ലാഹുവിന്റെ റസൂലിനോട് സങ്കടം പറയുന്നവർക്ക് പരിഹാരമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നബി തങ്ങൾ പരിഹാരമുള്ളവരിലേക്ക് എത്തിച്ചു തരും. എത്ര സംഭവങ്ങൾ, എത്രയോ സംഭവങ്ങൾ അങ്ങനെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസങ്ങൾ തീർത്തു കൊടുത്തത്, ബുദ്ധിമുട്ടുകൾ അകറ്റിക്കൊടുത്തത്, സാമ്പത്തികമായി ഞെരുങ്ങുന്നതായ സഹോദരൻ രാജാവിന്റെ അരികിൽ ചെന്ന് രാജാവിനെ സംബന്ധിച്ചൊരു കവിത എഴുതുന്നു. എന്നിട്ട് ആ കവിതയൊന്ന് രാജാവിനെ പുകഴ്ത്തി പാടിയാൽ എന്തിനു വന്നു എന്ന് ഈ പണ്ഡിതനോട് ചോദിക്കും. എന്റെ മകളെ കല്യാണ വിഷയമാണെന്ന് പറയാം എന്ന നിലക്ക് രാജാവിന്റെ കീർത്തന കവിതകൾ എഴുതിക്കൊണ്ട് അദ്ദേഹം നീങ്ങുന്നു. അതാ രാജാവിന്റെ അരികിൽ ചെന്ന് ആ രാജാവിന് പരിചയമുള്ളതായ ഈ വലിയ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, അല്ലാമാ നബഹാനി തങ്ങൾ ഈ ചരിത്രം ഉദ്ധരിച്ചിട്ടുണ്ട്. അതാ രാജാവിന് മധു പറഞ്ഞതിന് ശേഷം എന്തേ വന്നതെന്ന് ചോദിച്ചപ്പോൾ എന്റെ മകളുടെ കല്യാണമുണ്ട്, എന്റെ കയ്യിൽ സാമ്പത്തികമായി ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്നും തിരിഞ്ഞു നോക്കാതെ രാജാവ് ഇഹ്റാം ചെയ്തു, മുഖം തിരിച്ചു കളഞ്ഞു, പരിഗണിച്ചില്ല. സങ്കടത്തോടുകൂടെ അന്ന് യാത്ര ചെയ്യാൻ കഴിയാതെ ആ കൊട്ടാരത്തിന് കണ്ണുനീരോടെ ഇറങ്ങിയതായ രാജാവിന്റെ പരിചയക്കാരനായ മുൻപരിചയക്കാരനായ ആ പണ്ഡിതൻ തൊട്ടടുത്തുള്ള ഒരു റൂമിൽ താമസിക്കാൻ വേണ്ടി രാത്രിയിൽ കൂടി കടലാസ് പെന്നുകളെടുത്ത് കണ്ണുനീരോടുകൂടെ ഉളൂ ചെയ്ത് കണ്ണുനീരോടുകൂടെ 2 റക്അത്ത് നിസ്കരിച്ച് റസൂലുള്ളാഹിനോട് സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നു, നബിയേ എനിക്ക് അഭയമില്ല നബിയേ, ഞാൻ രാജാവിന്റെ കീർത്തനം എഴുതിയത് തെറ്റായി പോയി നബിയേ, എനിക്ക് തങ്ങളെ പറ്റി കീർത്തനം എഴുതാൻ അറിയുമല്ലോ, എന്റെ പ്രയാസങ്ങൾ അറിയുന്ന മദീനയിൽ കിടക്കുന്ന നബിയേ, ഞാൻ അവിടുത്തെ കീർത്തനം എഴുതട്ടെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹിന്റെ മൗലിദ് അങ്ങ് എഴുതുന്നു. വാസി ഉസ്താദ് പറഞ്ഞില്ലേ, റസൂലുള്ളാഹിന്റെ മൗലിദ് എഴുതാത്ത മഹാന്മാരുണ്ടോ, റസൂലുള്ളാഹിന്റെ മധു പറയാത്ത മഹാന്മാരുണ്ടോ? അവര് മുഴുവനും റസൂലുള്ളാഹിന്റെ മദീനയിലൂടെ രക്ഷ തേടിയവരാണ്. അതാ മദ് എഴുതിക്കൊണ്ട് നീണ്ട കവിത പാതിരിയിൽ കണ്ണുനീരോടെ ഇമാം ബൂസീരി ബുർദ രചിച്ച പോലെ എഴുതുന്നു. എഴുതിയതിൽ ആച്ചെത്തുമ്പോൾ താൻ പൊട്ടിക്കരഞ്ഞുറങ്ങിപ്പോകുന്നു, റസൂലുള്ളാഹിനെ ഓർത്തങ്ങി കിടന്ന് ഉറങ്ങിപ്പോകുന്നു. ആ കവിത വെച്ച് രാവിലെ നാട്ടിലേക്ക് യാത്ര ചെയ്യണമെന്ന നിലക്ക്, ആരാരും അറിയാത്ത ആ കവിതയുമായി നാട്ടിലേക്ക് യാത്ര ചെയ്യണമെന്ന നിലക്ക് നേരം വെളുത്തപ്പോൾ തന്നെ പരിചയക്കാരനായ തന്റെ അരികിലേക്ക് രാജാവ് ഒരാളെ വിട്ടിരിക്കുന്നു. നിങ്ങളോട് കൊട്ടാരത്തിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്തേ രാജാവ് എന്നെ പരിഗണിക്കാത്ത രാജാവ് ഇന്നെന്നെ വിളിച്ചത്? ഉടനെ തന്നെ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് നീങ്ങുന്നു. രാജാവിനെ കണ്ടപ്പോൾ രാജാവ് ആദരിക്കുന്നു, കൈപിടിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്തായിരുന്നു നിങ്ങൾ ഇന്നലെ പറഞ്ഞ വിഷയം? ഞാൻ ഇന്നലെ പറഞ്ഞത് എന്റെ മകളുടെ കല്യാണത്തിന് സാമ്പത്തികമായി ഞെരുങ്ങുന്ന അവസ്ഥയാണ് നിങ്ങളോട് പറഞ്ഞത്. അതിന് എത്ര ചിലവ് വരും, അതിന് ഇത്ര രൂപ വരുന്നതാണ്. ആ മുഴുവൻ കാശും ഖജനാവിൽ നിന്ന്, രാജാവിന്റെ ഉടമ പൈസയിൽ നിന്ന് എടുത്തു കൊടുത്തുകൊണ്ട് നിങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഈ പണ്ഡിതൻ ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് എന്നിങ്ങനെ പരിഗണിക്കാനുള്ള കാരണം? അദ്ദേഹം പറയുന്നു, ഇന്നലെ രാത്രി റസൂലുള്ളാഹ് എന്റെ അരികിൽ വന്നിരുന്നു, നിന്റെ വിഷമങ്ങൾ തീർത്തു തരാൻ പറഞ്ഞിരിക്കുന്നു. സഹോദരന്മാരെ, നമ്മുടെ വിഷമങ്ങൾ മദീനയിലേക്ക് പറയൂ, തങ്ങളോട് പറയൂ, തങ്ങളോട് പ്രയാസം പറയൂ. കൂലി തങ്ങൾ ബാബ അതാ സദസ്സിൽ വന്നാൽ യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുമ്പോൾ അത് ഉച്ചത്തിലായി പോയി, അത് ഉയർക്കയായി പോയി എന്നൊന്നും ചിന്തിക്കരുത്. മനവേദനയിൽ പറയുന്ന പ്രയോഗങ്ങളുടെ ശൈലി അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഏറ്റു പറഞ്ഞോ, മദീന കാണുന്നതാണ്, മദീന കേൾക്കുന്നതാണ്. ശബ്ദത്തിന്റെ ലഹരി കൊണ്ടല്ല, മറിച്ച് മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളായതുകൊണ്ട് മദീനയിൽ അറിയാതിരിക്കില്ല. തങ്ങൾ പാപ്പ റസൂലുള്ളാഹിനെ കാണുന്ന പോലെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന ചില സുന്നികൾക്ക് വരെ വ്യക്തമില്ല, അത് തെറ്റാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ സങ്കടത്തോടുകൂടെ അതിശബ്ദത്തിൽ എത്രയോ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചത് കാണാം. അവൻ മുറായിയാണ്, അവൻ റിയാകാരനാണെന്നൊരു സ്വഹാബി പറഞ്ഞപ്പോൾ ഒരിക്കലും അത് പറയരുത്. അവൻ അല്ലാഹുവിന്റെ വലിയ
എന്ന് പറഞ്ഞത് ഇമാം സയൂതി തന്റെ അൽ ഹവീലുൽ ഫതാവി എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നു. മനസ്സിന്റെ വേദനക്കനുസരിച്ച് റസൂലുള്ളാഹിന്റെ ഖബറരിയിലല്ലെങ്കിൽ അങ്ങ് വാവിട്ട് കരയുന്നത് കൊണ്ടൊന്നും പെട്ടമില്ല. അലി ഇബ്നു അബീ ത്വാലിബ് വന്നതാ ശരീരത്തെ മദീന റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് എറിയുന്നു. ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ വന്ന് റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് ശരീരത്തെ എറിയുന്നു. ഇതൊക്കെ സ്വഹീഹായ സംഭവങ്ങളാണ്, സ്നേഹങ്ങളുടെ ഭാഗമാണ്. അതൊക്കെ റസൂലുള്ളാഹിനെ വിളിക്കലും മൗലിദോദലും അശ്റഖൽ റസൂലുള്ളാഹിനെക്കുള്ള കൈകാണിക്കലും ദുഃഖം പറയലും മനപ്രയാസം പ്രകടിപ്പിക്കലൊക്കെ അതൊന്നും മതവികേടല്ല. റസൂലുള്ളാഹിനെ സ്നേഹിച്ചു പോയാൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ദഫ്മുട്ടൽ മതവികേടല്ല. ആ സദസ്സിന് അത് മതവികേട് സംഭവിക്കുന്നതല്ല. റസൂലുള്ളാഹി നിങ്ങൾ വരുമ്പോൾ വഇദ്ബനാ ജുബൈരിയാദുൻ തുറന്നി ബിദഫ് യൻദുബന മമാതമിൽ ആബായിൽ ബദർ. അതാ സഹീഹുൽ ബുഖാരിയിൽ കാണാം, മിഷ്കാത്തിൽ ബാബ് ഐലാനി നിക്കാഹ് എന്ന ബാബിൽ കാണാം, അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ദഫ് മുട്ടിക്കൊണ്ട് സ്വഹാബി മക്കൾ പാട്ടുപാടിയത്. അത് അതബുകേടല്ല, നബിയോടുള്ള സ്നേഹപ്രകടനമാണ്. അതൊക്കെ ബഹുമാനത്തിനെതിരല്ല. മൗലിദ് സദസ്സുകളിൽ അത് ബഹുമാനത്തിന് കേടല്ല. അത് സ്വഹാബികൾ എത്രയോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിരിക്കട്ടെ, മഹാനായ റസൂലുള്ളാഹിനോട് ഏത് സങ്കടവും പറയാം. ഞാൻ സഅദുദ്ദീൻ തഫ്താദാനി തങ്ങളുടെ സംഭവം പൂർത്തീകരിച്ചുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു എന്ന് പറയുന്നു, ഓടുന്നു. സഅദുദ്ദീൻ തഫ്താദാനി ഓടുന്നു. അപ്പുറത്തൊരു വിജനമായ സ്ഥലമുണ്ട്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുന്നു അവിടെ. ഉറക്കത്തിലല്ല, ഉണർച്ചയിലാണ്. റസൂലുള്ളാഹി തങ്ങൾ അവിടെ ഇരിക്കുന്നു. കൂടെ കുറെ സ്വഹാബികളുമുണ്ട്. ഇങ്ങനെ അനുഭവങ്ങൾ എത്ര ആളുകൾക്കുണ്ട് സഹോദരന്മാർ. എ പി ഉസ്താദിനെ അതിയായി ആദരിച്ചിരുന്ന ബഹുമാനപ്പെട്ട കൊട്ടിക്കുളം അബ്ദുൽ അസീസ് ഖാദിരി തങ്ങൾ എന്നോട് ഇതേ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അവർക്ക് അനുഭവം ഉണ്ടായത് റസൂലുള്ളാഹിനെ നേരിട്ട് കണ്ട സംഭവം. ബഹുമാനപ്പെട്ട അബ്ദുൽ ഫത്താഹ് അമീനു അസ്സൂരി അൽ ഹലബി എന്റെ ഷെയ്ഖാണ്. ബഹുമാനപ്പെട്ടവർ ഖാദിരി ത്വരീഖിലെ മഹാനാണ്. ഔസുൽ ആലമിന്റെ 12ാമത്തെ പേരമകനാണ്. അവരുടെ കവിത എനിക്ക് തന്നപ്പോൾ അതിന്റെ ആദ്യ വരി റഅയ്തുൽ ഹബീബ വസിദ്ദീഖഹു യതൂഫാനി ബിൽ ബൈത്ത്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ റസൂലുള്ളാഹി തങ്ങളെ ഉറക്കത്തിൽ കാണുകയും അവിടുത്തെ ഖാതുമുൻ നുബുവ തൊട്ടു നോക്കുകയും ചെയ്ത മഹാനാണ്. ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് റസൂലുള്ളാഹിനെ കണ്ടവരാണ്. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് റസൂലുള്ളാഹിനെ 2ലേറെ പ്രാവശ്യം കണ്ടവരാണ്. ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് റസൂലുള്ളാഹിനെ കണ്ടവരാണ്. നമ്മുടെ നേതാക്കന്മാരിൽ 99% എനിക്ക് ചോദിച്ചറിഞ്ഞ പേരിൽ ഞാൻ പറയുകയാണ്, അവരൊക്കെ റസൂലുള്ളാഹിനെ കണ്ടവരാണ്. പല അനുഭവങ്ങളുമാണ്, എല്ലാം കൂടെ ഇവിടെ പറയാൻ പ്രയാസമാണ്. നമ്മളൊക്കെ കാണാൻ പരിശ്രമിക്കുക. റസൂലുള്ളാഹിയുടെ ബന്ധം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. സഅദുദ്ദീൻ തഫ്താദാനി ഓടിച്ചെന്ന് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ തഫ്താദാനി തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, യാ സഅദേ, നിന്നെ എത്ര പ്രാവശ്യം എന്റെ അടുത്തേക്ക് ഞാൻ ആളെ പറഞ്ഞേക്കണം? ഉടനെ തന്നെ സഅദിന് പറയാൻ തോന്നിയത്, നബിയേ, എന്റെ ദർസിലെ ഉസ്താദിന്റെ അദുദ് തങ്ങളെ ദർസിലെ ഒരു ഏറ്റവും മണ്ടനായ വിദ്യാർത്ഥിയാണ് ഞാൻ. എനിക്ക് പഠിച്ചിട്ട് പഠിനില്ല. എനിക്കൊരാൾ പറഞ്ഞാൽ മനസ്സിലാവൂല. തങ്ങൾ എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഉൾക്കൊള്ളും? 700 വർഷത്തിന് ശേഷം കഴിഞ്ഞു വന്നതായ ഞാൻ എന്നെ തങ്ങൾ ഇവിടുന്ന് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ മാത്രമുള്ള ബുദ്ധിയും തന്റെ ഇടവുമില്ലാത്ത പൊട്ടനാണ് നബിയെ ഞാൻ. ഇങ്ങനെ സ്വഹാബത്തിന്റെ പ്രയോഗം തന്നെ. മഹാനായ സവാദ് തങ്ങൾ റസൂലുള്ളാഹിനോട് അങ്ങനെ തന്നെ പറഞ്ഞത്. ഒന്നും തിരിയാത്തവനാണ് നബിയെ ഞാൻ പൊട്ടനാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനെ ബദറിൽ സഫ് നിർത്തുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ വടി കൊണ്ട് ഒരു ചെറിയ അടി കൊടുത്ത് സവാദ് തങ്ങളെ വയറുന്ന്. ഉടനെ തന്നെ സവാദ് തങ്ങള് റസൂലുള്ളാഹിനോട് പറയുന്നു, പൊരുത്തപ്പെടൂല നബിയെ, എനിക്ക് പ്രതികാരം ചെയ്യണം. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചുരുക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ കുത്തിക്കുമെന്ന് പറയുന്നു. ഉടനെ തന്നെ റസൂലുള്ളാഹി തങ്ങൾ അതിന് സൗകര്യം കൊടുക്കുമ്പോൾ കുത്താൻ പറ്റില്ല, അവിടുത്തെ ഷർട്ട് പൊക്കണം. എന്റെ ഷർട്ട് പൊക്കിക്കൊണ്ടാണ് കുത്തിയത്. ഇത് പറയുമ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഷർട്ട് പൊക്കി കൊടുക്കുന്നു. നൈനാറു നബി ത്വാഹ ഖമീസൈ കേറ്റി മൊളിന്തി സവാദേ വന്തടുത്തോ തീറ്റി ഐനാൽ തിരൂപാത്തനിനെ നിർത്തി നോക്കി. സവാദിനോട് പറയുന്നു, വരൂ സവാദേ, കുത്തുക സവാദേ. താൻ നോക്കിക്കൊണ്ട് മിളി ഒഴുക്കി കൈനല്ലതമാക്കി കിതുഹും ചാട്ടി കതിരോന്മശങ്കും മൈ പിടിത്ത് പൂട്ടി. ഞാൻ നിർത്തുന്നു. സയ്യിദ് ഉസ്താദ് വന്നു. അതാ റസൂലുള്ളാഹി തങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ കൈയിലതമാക്കിയ കിതുഹും ചാട്ടി, കയ്യിലുണ്ടായിരുന്ന ആ കൊള്ളി അങ്ങ് വലിച്ചെറിഞ്ഞു. കതിരോന്മശങ്കും മൈ പിടിത്ത് പൂട്ടി. കതിരോന്മശങ്കുന്ന സൂര്യൻ മങ്ങിപ്പോകുന്ന പ്രകാശമുള്ള നബി തങ്ങളെ പിടിച്ചുപൂട്ടി.
അരിപൂ വളർന്നേ തേനളുതും പോലെ അളുതും മണത്തും പൊയ്യൊഴിയേ ഹാലേ. നിങ്ങൾ നാട്ടുകാരുണ്ടാക്കിയ പാട്ടാണല്ലോ മോയിൻകുട്ടി വൈദ്യര്. അരിപൂ വളർന്ന തേനളുതും പോലെ. അരിപ്പൂവിൽ നിന്ന് ചിത്രശലഭം അല്ലെങ്കിൽ വണ്ട് തേനെടുക്കുന്ന പോലെ അളുതും മണത്തും പൊയ്യൊഴിയേ ഹാലേ. അതെ, തേന് എടുക്കാൻ വേണ്ടി ചിത്രശലഭം ഒരു പൂവിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരു വണ്ട് വരുന്നത് മൂളി ചെന്നിട്ട് അത് വരിക്കും, അല്പം ഒന്ന് എടുക്കും, എന്നിട്ട് പിന്നെ പൊന്തും, പിന്നെ ഇരിക്കും. ഈ ശൈലിയിൽ അളുതും മണത്തും പൊയ്യൊഴിയേ ഹാലേ. ഇങ്ങനെ മുത്തിക്കൊണ്ടിരിക്കുന്നു. അവസാനം മിരളി സവാദിന്റെ മുറാദൈ തീർത്തേ മിസ്ക കടലിന്ന് തലവാലിത്തേ. പരിസരം മറന്ന് വിരളി പിടിച്ച സവാദ്, എന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്ത സവാദ്, അത് ചെയ്ത് അവസാനം മിസ്ക് കടലിന്ന് തലവാലിത്ത്. മിസ്കിന്റെ കടലായ മുത്തുനബിയുടെ ശരീരത്തിൽ നിന്ന് കസ്തൂരിയാണോ അമ്പറാണോ റസൂലുള്ളാഹിന്റെ സ്മെല്ല് ലോകപ്രസിദ്ധരായ മഹാന്മാർക്ക് പലർക്കും ആ സ്മെല്ല് വഫാത്തിന്റെ ശേഷം കിട്ടിയവരുടെ വായയുടെ വാസന തന്നെ അയിമത്ത് എഴുതി വെച്ചത് കണ്ടാൽ ആശ്ചര്യപ്പെട്ടു പോകും. മിസ്ക് കടലിന്ന് തലവാലിത്തേ. ആ തലവലിച്ചു. ഇബ്നു ഇസ്ഹാഖ് തങ്ങൾ തന്നെ മഗാസിയിൽ ഉദ്ധരിക്കുന്ന സംഭവത്തിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ അതാ നബി തങ്ങളോട് സവാദ് തങ്ങൾ പറയുന്നു, നബിയേ അന്തം തിരിയാത്ത പൊട്ടനാണ് ഞാൻ നബിയേ, ഞാൻ യുദ്ധത്തിനാണല്ലോ ഇവിടെ നടക്കാൻ പോകുന്നത് തങ്ങൾ കാണുന്നില്ലേ, യുദ്ധമല്ലേ. കയ്യിൽ അമലില്ലാത്ത പാവപ്പെട്ട സവാദിനിക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാത്ത സവാദ് ആഗ്രഹിച്ചതാണ് നബിയേ, അയകൂന ആഖിറു അഹ്ദി മിനദ് ദുനിയാ അയമസ്ജിൽദി ബിജിൽദിക യാ റസൂലല്ലാഹ്. എന്റെ അവസാന രംഗം റസൂലുള്ളാഹിന്റെ ശരീരവുമായി ഒന്ന് തട്ടണമെന്ന് ആഗ്രഹം ആദ്യകാലം മുതൽ കൊണ്ട് നടക്കുന്ന പാവപ്പെട്ട മുഹിബ്ബാണ് ഞാൻ നബിയേ. അതിനൊരു വേദിയില്ലാതെ കഷ്ടപ്പെടുന്ന എനിക്ക് ഈ യുദ്ധത്തിന്റെ രംഗത്തെത്തി നിർണായക ഘട്ടത്തിൽ എന്ത് പരിഹാരമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തങ്ങൾ എന്റെ അരികിൽ വന്ന് എന്റെ വയറിന് കുത്തി. ഉടനെ സബബ് ഞാൻ കുടിത്തി കയറി. ആ കാരണം പറഞ്ഞ് ഞാൻ ചെയ്തതാണ് നബിയേ. എന്നെ കൊണ്ട് തങ്ങൾക്ക് വല്ല വിഷമവും പറ്റിയോ നബിയേ? ഞാൻ അന്തം തിരിയാത്തവനാണ്, പൊട്ടനാണ് നബിയേ എന്ന് ബഹുമാനപ്പെട്ട സവാദ് പറഞ്ഞ പോലെ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ തങ്ങൾ പറയുന്നു, റസൂലുള്ളാഹി പറയുന്നു, എന്നാൽ നിന്റെ വാതുറക്കുക. വാതുറന്നു കൊടുത്തു, അതിലേക്ക് തുപ്പിക്കൊടുക്കുന്നു. സഅദ് തങ്ങളുടെ അവസ്ഥ മാറി. സദസ്സിൽ നബിയെ കാണാനില്ല, ആരെയും കാണാനില്ല. കണ്ണുനീരോടുകൂടെ പള്ളിയിലേക്ക് തിരിച്ചു ചെന്നു. പിറ്റത്തെ ദിവസം അലുദ് തങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നു. അലുദ് തങ്ങളുടെ ക്ലാസിന്റെ സ്വഭാവം എന്താണ്? സഖറാത്തിന്റെ സോക്രട്ടീസിന്റെ സ്വഭാവമാണെന്നാണ് ഇവരുടെ ക്ലാസ്. അതാണ് ഏറ്റവും ഫലപ്രദവും. നേരണ്ടെങ്കിൽ ഉസ്താദുമാർക്കും മുഅല്ലിമീങ്ങൾക്കും ഒക്കെ നല്ലത്, ടൈമുണ്ടെങ്കിൽ അഥവാ കുറെ ക്വസ്റ്റ്യൻ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ടുള്ള ക്ലാസിന്റെ മുഴുവൻ ക്വസ്റ്റ്യൻ ആക്കി ഇട്ട് കൊടുക്കുക. അവിടെ കുട്ടികൾ പറയട്ടെ, അവരുടെ ബുദ്ധിയിൽ തെറ്റിയത് തിരുത്തി കൊടുക്കുക. കുട്ടികളെ മുഴുവനും ശ്രദ്ധിപ്പിക്കാനും കഴിയും, പക്ഷെ ഒരു ക്ലാസ് നടക്കുള്ളൂ. അതുകൊണ്ട് അത് വളരെ കുറഞ്ഞ ആളുകളെ ഉപയോഗപ്പെടുത്താറുള്ളൂ. അതാണ് സോക്രട്ടീസിന്റെ ശൈലി എന്ന് പല സ്ഥലങ്ങളിലും കാണാം. മുൻജിദിലൊക്കെ ലോ ഇസ്മായിലൂഫ് ഒക്കെ പറയുന്നുണ്ട്. അതിരിക്കട്ടെ, അപ്പോ അലുദ് തങ്ങളുടെ ക്ലാസ് ശൈലി അങ്ങനെയാണ്. ഇതിങ്ങനെ 3 ചോദ്യം അങ്ങോട്ട് കൊടുത്തു, ആർക്കും മറുപടിക്ക് കഴിയില്ല. ഉയർന്നുയർന്ന വലിയ വലിയ പണ്ഡിതന്മാരാണ് അലുദിന്റെ ക്ലാസ്സിലുള്ളത്. അവർക്കൊന്നും മറുപടി കഴിയാതെ വേർത്തു പോകുന്നു. സഅദ് പിന്നിലാണ്, മണ്ടനാണ്. സഅദ് മറുപടി പറയാറില്ല എന്നല്ല, മറുപടി ചോദ്യം തന്നെ മനസ്സിലാകാത്ത പ്രകൃതിക്കാരനാണ്. സഅദ് തങ്ങൾ പറയുന്നു, ഞാൻ പറയാം മറുപടി. കുട്ടികൾ അങ്ങ് ചിരിക്കാതിരിക്കോ, പൊട്ടനായ കുട്ടി. ഇത് വലിയവർക്ക് മറുപടി കഴിയാത്ത, ചോദ്യം തന്നെ ചെയ്യാത്ത സഅദ് പറയട്ടെ പറയട്ടെ പറയട്ടെ. അങ്ങനെയാണല്ലോ കുട്ടികൾ. അങ്ങനൊന്നും ആരെയും താഴ്ത്തരുത്. നമുക്കറിയില്ല മുത്തവിടെ ആര് പൊക്കും, ആരെയും നാം താഴ്ത്തരുത്. ലോകത്ത് ഏറ്റവും പാവപ്പെട്ടവൻ ഞാൻ എന്ന മനസ്സ് നമുക്ക് വേണം. എല്ലാവരും എന്നേക്കാൾ നല്ലവർ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കണം. എങ്കിലേ നമ്മൾ നന്നാവൂ സഹോദരന്മാരെ. പ്രത്യേകിച്ച് മുതഅല്ലിമീങ്ങൾ ആരെയും കൊളത്തരുത്. ഒരു മുതഅല്ലിമിന് വേദനയാക്കരുത്. നീ ഇജി അജി കുജി എന്ന് പറഞ്ഞ് ചീത്ത പറയരുത്. എല്ലാവരെയും ആദരിക്കണം, നിങ്ങളെന്ന് വിളിക്കാവൂ, ബഹുമാനിക്കണം. ഇങ്ങനെ ഇൽമു വളരുകയുള്ളൂ. ബഹുമാനപ്പെട്ട സഅദ് തങ്ങൾ മറുപടി പറഞ്ഞു. ഒന്നിന്റെ മറുപടി പറഞ്ഞു. സദസ്സാകെ ബേജാറായി പോയി. സഅദ് ഇങ്ങനൊക്കെ മറുപടി പറയുകയോ?
രണ്ടാമത്തിന് മറുപടി പറയും സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തിന് മറുപടി പറയുമ്പോൾ അന്താളിപ്പോടുകൂടെ അലുദ് തങ്ങൾ അടുത്തേക്ക് വിളിക്കുന്നു, യാ സഅദ്, നിനക്ക് എങ്ങനെയാണ് ഇത് കഴിയുന്നത് സഅദേ? ഇന്നലെ വരെ നിന്റെ അവസ്ഥ ഇതായിരുന്നില്ലല്ലോ. ഇത് പറയുമ്പോൾ സഅദ് തങ്ങൾ പറയുന്നു, ഉസ്താദേ, ഇന്നലെ മുസ്തഫായ നബി തങ്ങൾ എന്റെ വായി അവിടുത്തെ ബറക്കത്തായ ഉമിനീര് തുപ്പിത്തന്നു. ഇത് പറയുമ്പോൾ അലുദ് കരഞ്ഞു പോകുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമിനീര് എന്റെ ഒരു തിൽമീദിന്റെ വായിൽ കിട്ടിയല്ലോ. സഹോദരന്മാരെ, ഇമാമുന ശാഫിഈ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണുന്നു. ഇമാം ബാജുരി തന്റെ ഹാശിയത്ത് ജൗഹറത്ത് തൗഹീദിൽ ഉദ്ധരിക്കുന്നു. ഇമാമുന ശാഫിഈ തങ്ങൾ പറയുന്നു, ഷാഫി, ഒരു കാര്യമുണ്ട് നിങ്ങളോട് പറയാൻ. നിങ്ങളുടെ ശിഷ്യനായ അഹ്മദ് ഉണ്ടല്ലോ, അഹ്മദ് 10 ലക്ഷം ഹദീസ് അറിയുന്ന വലിയ സൂഫിയും വലിയ മഹാനുമായ അഹ്മദ് ഇബ്നു ഹംബൽ, അവരോട് പറയണം, വലിയ വലിയ വിഷമങ്ങളൊക്കെ നാട്ടിലുണ്ട് കേട്ടോ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും, കൊല്ലപ്പെടാൻ ഒരുങ്ങും, പേടിക്കരുത്, സ്വർഗമുണ്ടെന്ന് പറയണം. ഇമാമുന ശാഫിഈ നെട്ടിയുണർന്നൊരു ലെറ്റർ എഴുതി ഇറാഖിൽ കഴിയുന്ന ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബലിലേക്ക് ലെറ്റർ എഴുതി. വിഷമിച്ചുകൊണ്ട് ആ ലെറ്റർ ഒരു കൂട്ടുകാരൻ കൊണ്ടുപോയി കൊടുക്കുന്നു. അഹ്മദ് തങ്ങൾക്ക് ആ കത്ത് വായിച്ച് ഞാൻ ചുരുക്കുന്നു. അഹ്മദ് തങ്ങൾ കരയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ഈ കത്തുമായി വന്ന സഹോദരൻ എന്ത് കൊടുക്കും റബ്ബേ? കയ്യിൽ കാശില്ലല്ലോ. തന്റെ കയ്യിലുള്ള താൻ അകത്തേക്ക് പോയി തന്റെ കന്തൂറ ഊരിക്കൊണ്ട് കാശില്ലാത്ത മഹാന്മാർ സ്വാലിഹീങ്ങളായ അയിമ്മത്തിന് മുഴുവനും ദാരിദ്ര്യമായിരുന്നു. അവരിവിടെ പൈസക്ക് വേണ്ടി നടന്നെങ്കിൽ ലോകം അവരുടെ മുമ്പിലാകുമായിരുന്നു. ഇമാം മാലിക് തങ്ങൾക്ക് സ്വന്തം ഒരു വീടില്ലായിരുന്നു, മരിക്കുന്നത് വരെ വീടില്ലായിരുന്നു, വീട്ടിലൊരു അടുപ്പ് പോലും ഇല്ലായിരുന്നു. താൻ വാടകയ്ക്കെടുത്ത വീട്ടിൽ വരെ അടുപ്പ് പോലും ഇല്ലായിരുന്നു. കാരണം ഭാര്യയും 2 മക്കളും ഹദീസ് പഠിക്കലിന് തടസ്സം വരുമെന്ന നിലക്ക് ഒരു കട്ടൻ ചായ ഉണ്ടാക്കാൻ, കാലോചിതമായി അന്നത്തെ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുങ്ങിയാൽ ആ ടൈമിൽ ഭാര്യയ്ക്കും 2 മക്കൾക്കും ഹദീസ് പഠിക്കാൻ കഴിയില്ലല്ലോ എന്ന് പേടിച്ച് ഒരു അടുപ്പ് പോലും ഉണ്ടാക്കാത്ത ഇമാം മാലിക് തങ്ങൾ. മഹാന്മാരെ മുഴുവനും ചരിത്രം എങ്ങനെയാണ്. എന്നാൽ ഇന്ന് നമുക്ക് തന്ന വസ്തു അല്ലാഹു എത്രയാണ് നമുക്കൊക്കെ തന്നത്. അല്ലാഹു നമുക്ക് മാപ്പ് തരുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ കത്തിനെ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു കൊടുത്തയച്ച കത്തിന് പ്രതിഫലമായി നടന്നു വന്ന് വിഷമിച്ച് അതാ കാലങ്ങൾ താണ്ടി വന്നതായ ഈ സഹോദരന് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് മനസ്സിലാക്കി മഹാനായ അഹ്മദ് ബിൻ ഹംബൽ അകത്തേക്ക് കയറിക്കൊണ്ട് അവിടുന്ന് ധരിച്ചതായ ഒരു കന്തൂറയുണ്ട്, അത് ഊരിക്കൊണ്ട് മടക്കിക്കൊണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കുന്നു. ഇതുമായി ഇമാമുന ശാഫിഈ തങ്ങളരികിൽ വന്ന് കത്ത് കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് പറയുന്നു, വല്ലതും തന്നിരുന്നോ? എന്തിനാ അങ്ങനെ ചോദിച്ചത്? അവിടുന്ന് തരാനൊന്നും കയ്യിലുണ്ടാവൂല, അപ്പൊ എന്തെങ്കിലും ഇവിടുന്ന് കൊടുക്ക, ഇവിടെ കയ്യിൽ ഉണ്ടായിട്ടല്ല കൊടുക്കാന്ന് മനസ്സിലാക്കി. ഇത് പറയുമ്പോൾ പറയുന്നു, അതേ, അവിടുന്ന് ധരിച്ചൊരു കന്തൂറ എനിക്ക് തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. കന്തൂർ ഒന്ന് കാണിച്ചാട്ടെ. ഇതാരാ പറയുന്നത്? സഹോദരന്മാരെ, ഉസ്താദ്, അതും ഏത് ഉസ്താദ്? ഇമാമുന ശാഫിഈ തങ്ങൾ. ആ കന്തൂർ ഒന്ന് തന്നാട്ടെ. വാങ്ങി അകത്തേക്ക് പോയിട്ട് ഒരു പാത്രം എടുത്തതിൽ വെള്ളം നിറച്ചിട്ട് ഈ കന്തൂർ അതിലിട്ട് മുക്കിക്കൊണ്ട് താൻ കുടിക്കുന്നു. തന്റെ ശിഷ്യന്റെ വേർപ്പ് ദേഹത്തേക്കായി കിട്ടണം, വയറ്റിനകത്തേക്കാവണം. റസൂലുള്ളാഹി സ്വർഗമുണ്ടെന്ന് പറഞ്ഞ എന്റെ കുട്ടിയുടെ വേർപ്പ് എന്റെ വയറിലേക്കാകട്ടെ എന്ന് ചിന്തിച്ച മനസ്സിന്റെ ഉടമകളായ ആ മഹാന്മാർ, അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട് എത്ര സംഭവങ്ങളാണ് ഇങ്ങനെ പറയാനുള്ളത്. അതാ സമയദൈർഘ്യം ഞാൻ നിർത്തുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് ബന്ധപ്പെടൂ. റബീഉൽ അവ്വൽ 12 സുബഹിക്ക് ഉറങ്ങരുത് സഹോദരാ. ബാങ്കിന്റെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റ് കുളിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് സുഗന്ധങ്ങളൊക്കെ തേച്ച് അതാ ഭാര്യമാരെയും മക്കളൊക്കെ ഉണർത്തി അവര് സ്വലാത്ത് ചൊല്ലട്ടെ, മൗലിദ് ചൊല്ലട്ടെ. നമ്മൾ പള്ളിയിലേക്ക് ചെന്ന് അല്ലാഹുവിന്റെ റസൂലിലെ ജനിച്ച അതേ ടൈമിനെ കാത്തിരുന്നുകൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പള്ളികളിൽ നിന്ന് സുബഹിക്ക് റസൂലുള്ളാഹിനെ വിളിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങല്ലേ? റസൂലുള്ള നമ്മുടെ രോദനയും കേൾക്കട്ടെ. നമ്മൾ പള്ളിയിൽ ചെന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ മധു പറഞ്ഞ് കരയൂ, റസൂലുള്ളാഹിലേക്ക് കൈ കാണിക്കൂ, അശ്റഖ ബൈത്തുകൾ ചെല്ലുമ്പോൾ മദീനയിലേക്ക് കൈ കാണിച്ച് സങ്കടങ്ങൾ പറയൂ. ഓരോ വരികളും ചൊല്ലുമ്പോൾ അർത്ഥമറിയുന്നവർ അർത്ഥത്തിലേക്ക് ചിന്തിച്ചു, അല്ലാത്തവർ റസൂലുള്ളാഹിന്റെ മധുവാണല്ലോ. യാ നബി സലാം, നബിയേ എന്റെ സലാം തങ്ങൾക്ക്. യാ ഹബീബ് സലാം,
സ്നേഹിക്കപ്പെടുന്നവരെ, എന്റെ സലാം തങ്ങൾക്ക്. യാ റസൂൽ സലാം, ഞങ്ങളുടെ റസൂലേ തങ്ങൾക്ക് സലാം എന്നിങ്ങനെ പറയുമ്പോൾ എന്നെ റസൂലുള്ള കാണണം, എന്നെ റസൂലുള്ള അറിയണം. എന്റെ മനസ്സിലെ വിഷമങ്ങൾ, കടങ്ങൾ, പ്രയാസങ്ങൾ, മകളെ കെട്ടിക്കാനുള്ളത്, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങളൊക്കെ മദീനയിൽ അറിയണം. മനസ്സിലൊക്കെ കൊണ്ടുവന്ന് കരഞ്ഞുകൊണ്ട് സലാം പറയൂ. 12 ബഹുമാനിക്കൂ. മഹാന്മാരൊക്കെ ബഹുമാനിച്ചിട്ടുണ്ട്. ഇമാമുൽ ശാമി തങ്ങൾ തന്റെ സീറത്തുൻ നബവിയിൽ പറയുന്നു, റസൂലുള്ളാഹിനെ കാണുന്നു, റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, മാദാ തഖൂലു ഫി അമലിൽ വലായിം ഫി റബീഉൽ അവ്വൽ. റബീഉൽ അവ്വലിലൊക്കെ മുസ്ലിമീങ്ങളൊക്കെ ലോകത്തെമ്പാടും നടക്കുന്ന പണിയാണല്ലോ ഭക്ഷണ വിതരണം. എന്തുണ്ട് നബിയെ തങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുന്നു? റസൂലുള്ളാഹി പറയുന്നു, മൻ ഫരിഹ ബിനാ ഫരിഹ്നാ ബി. എന്നെ പറ്റി ആരെങ്കിലും സന്തോഷിച്ചാൽ അവന്റെ കാര്യത്തിൽ എനിക്കും സന്തോഷമുണ്ട്. ആ ഒരു ഇനത്തിൽ നമ്മൾ പെടണം. ഈ തോരണങ്ങൾ തൂക്കിയത്, ഈ ഫ്ലക്സ് ബോർഡുകൾ വെച്ചത്, ഈ ബാനറുകൾ വെച്ചത്, ഈ നമ്മൾ ഇന്ന് പ്രകടനം നടത്തിയത്, അതിലുള്ള ഓരോ സ്വലാത്തുകളും ഒക്കെ മദീനയിലെത്തിയിട്ടുണ്ട് സഹോദരന്മാരെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം നമുക്ക് വേണം. റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെ മൗലിദ് ഓതൂ, വീടുകളിൽ ഓതൂ, കുടുംബത്തിൽ ഓതൂ, പള്ളികളിൽ ഓതൂ. റസൂലുള്ളാഹിന്റെ സ്നേഹം വാങ്ങൂ. അല്ലാത്ത കാലത്തും റസൂലുള്ളാഹിന്റെ മാദിഹായി തീരൂ. നബി തങ്ങളുടെ ബന്ധമില്ലാതെ നമ്മൾ രക്ഷപ്പെടുകയില്ല. ആ സ്നേഹമാണ് നമ്മുടെ ഏറ്റവും വലിയത്. ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂലിലേക്ക് മനസ്സ് കൊടുക്കൂ. നിങ്ങളുടെ പ്രയാസങ്ങൾ നബി തങ്ങളോട് പറയൂ, അവിടത്തോട് ബന്ധപ്പെടൂ, സ്വലാത്തുകൾ അധികരിപ്പിക്കൂ. എന്റെ ഒരു പരിചയക്കാരൻ പറയുന്നു, വീട്ടിൽ 6 പേരുണ്ട്, ഭാര്യയടക്കം ചെറിയ മകൻ 6 വയസ്സാണ്. അവരടക്കം എന്റെ മരുമകനും എന്റെ ഭാര്യയും ഞാനും 6 വയസ്സായ എന്റെ മകന് വരെ അല്ലാഹുവിന്റെ റസൂലിനെ ഞങ്ങളുടെ വീട്ടിൽ കിടന്ന് സ്വപ്നം കണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് ഇതിന് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങളൊന്ന് എന്റെ മരുമകനടക്കം രാത്രിയിൽ കൂടിയിരുന്നു കൊണ്ട് 2000 സ്വലാത്ത് ചൊല്ലാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ റസൂലുള്ള ഈ 6 വയസ്സായ കുഞ്ഞന്റെ അരികിൽ വരെ ഉറക്കത്തിൽ വന്നിട്ടുണ്ട്. കുഞ്ഞൻ ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റിട്ട് പറയുന്നു, ഞാൻ റസൂലുള്ളാഹിനെ കണ്ടു. റസൂലുള്ളാഹിന്റെ കൂടെ ഒരു വണ്ടിയിൽ ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ കയറി. ഞാൻ റസൂലാണെന്ന് എന്നോട് പറഞ്ഞ് ഈ 6 വയസ്സുള്ള കുട്ടീനോട് ഉപ്പ പറഞ്ഞു, പോടാ ഇത് കണ്ടിട്ടില്ല. എന്റെ കുഞ്ഞൻ അങ്ങ് കരഞ്ഞുപോയി, പൊട്ടിക്കരഞ്ഞ്, ഞാൻ കണ്ടുകിണ് പോവാന്ന് പറഞ്ഞ് കരഞ്ഞു. എങ്ങനെയാണ് എന്റെ കുട്ടി കണ്ടത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. നമ്മുടെ വീടുകളൊക്കെ എന്തോ ആയിപ്പോയി. ചൈത്താമ്പട്ടി വെച്ചിട്ട് അതിലുള്ള ചിത്രം മുഴുവൻ കണ്ട് നമ്മുടെ വീട് മുഴുവൻ പിശാചിന്റെ കേന്ദ്രമായി പോയി. പേരോട് ഉസ്താദിന്റെ കേസറ്റ് അപ്പുറത്ത്, ഖലീൽ തങ്ങൾ പാപ്പാന്റെ കേസറ്റ് ഇപ്പുറത്ത്, മറ്റേ വാളി ഇപ്പുറത്ത്, അപ്പുറത്ത് സിനിമാ നടന്റെ ചിത്രവും. ഈ രൂപത്തിൽ നമ്മുടെ വീടുകൾ മുഴുവനും അശണ്ടയായി പോയി. മുസ്തഫ നബി തങ്ങൾ തിരിഞ്ഞു നോക്കാത്ത രൂപത്തിലായി പോയി. വഹാബിയുടെ പ്രസിദ്ധീകരണങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബത്ത് വെക്കേണ്ട സ്ഥാനത്ത് ഏതെങ്കിലും തമ്മാടികളുടെ കൂടെയായി പോയി നമ്മുടെ മനസ്സ്. ഇതോടുകൂടെ നമ്മൾ മനസ്സകന്നു റസൂലുള്ളാഹിനെ തൊട്ട്. അതൊക്കെ മാറ്റി ഒരു വേള തൗബ ചെയ്ത് അല്ലാഹുവിന്റെ റസൂലിലേക്ക് നീങ്ങൂ. അല്ലാഹു നമ്മളെ ഖബൂലാക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ എനിക്ക് ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട സഅദി ഉസ്താദ് വാള് പറയാനുണ്ട്. ഇനി ഉസ്താദിന് 2 മണിക്കൂർ പൂർണ്ണമായും ഉണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ 12:30 വരുള്ളൂ. റസൂലുള്ളാഹിന്റെ മൗലിദ് ദിവസമാണിന്ന്. ഒരിക്കലും നമ്മൾ ആരും പോകരുത്. ഞാൻ പോകുന്നത് ഒരു മൗലിദിനാണ്, ഞാൻ കിടന്നുറങ്ങാൻ പോകില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും പോകരുത്. തങ്ങൾ പാപ്പ വന്ന് ആ റസൂലുള്ളാഹിന്റെ കുട്ടിയാണല്ലോ. സയ്യിദന്മാരുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട സഅദി ഉസ്താദ് നല്ല രൂപത്തിൽ വഹദ് പറയുന്നവരാണ്. സഅദി ഉസ്താദ് ഈ നമ്മളെ കൊടിഞ്ഞിയിൽ ഇപ്പൊ കഴിഞ്ഞ മാസത്തിൽ വാള് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അതിന്റെ മദ്ഹ്. അല്ലാഹു സഅദി ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. 10 ദിവസം നീണ്ടു നിന്ന വാള്, രാഗങ്ങളോ രാഗസ്വരങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങളെ മുഴുവനും ഇവിടെ പിടിച്ചിരുത്തുന്ന വാളാണ് ഉസ്താദിന്റെ വാള്. അത് കേട്ടാലേ അറിയൂ ഉസ്താദിന്റെ ടൈം ഞാൻ കവർന്നു പോയോ. എനിക്ക് പേടിയുണ്ട്. റസൂലുള്ളാഹിന്റെ മദ്ഹ് ആയതുകൊണ്ട് അറിയാതെ നീണ്ടുപോയി. എനിക്ക് ആരോഗ്യം ഉണ്ടായിട്ടില്ല. ഇല്ല അസുഖം മുഴുവൻ എനിക്കുണ്ട്. 8 രോഗങ്ങൾ എനിക്കുണ്ട്. നിങ്ങൾ ദുആ ഇറക്കണം. ശിഫക്ക് വേണ്ടി, ദിർസ് നടത്താനും ബർക്കത്തിനു വേണ്ടി ദുആ ഇറക്കണം. നാട്ടുകാരുമായി എനിക്ക് അഭേദ്യ ബന്ധമുണ്ട്. വലിയ കടപ്പെട്ടവനാണ് ഞാൻ. എന്റെ മുതഅല്ലിമീങ്ങൾക്ക് 56 മക്കൾക്ക് ഭക്ഷണം കൊടുത്ത ഉമ്മമാരാണ് ഇവിടെയുള്ളത്. പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന പലരും അവരാണ്. അതുപോലെ തന്നെ ഈ നാട്ടിൽ ഇപ്പോഴും എല്ലാ വിഷയത്തിലും ബന്ധപ്പെടുന്ന പ്രകൃതിയിലാണ് നമ്മൾ ഉള്ളത്. ഒരു വെറുപ്പും ആരോടും ഇല്ല, നിങ്ങൾക്കും ഉണ്ടാകരുത്. എല്ലാവർക്കും അല്ലാഹു തആല മാപ്പും അല്ലാഹു തആല ബർക്കത്തും നൽകുമാറാകട്ടെ. അല്ലാഹു തആല നാം ചെയ്ത ഖൈറുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. സിഎം വലിയുള്ളാന്റെ പേര് സ്ഥലം എടുത്തിട്ട് സ്വന്തം കാശുകൊണ്ടാണ് ചെയ്തെങ്കിൽ ഉടനെ സിഎം വലിയുള്ള അത് ഏറ്റെടുക്കും. ഒരിക്കലും തന്നെ നഷ്ടപ്പെടൂല. അള്ളാഹുവിന് എന്തെങ്കിലും ഡെപ്പോസിറ്റ് ആയി കൊടുക്കൂ, ആഖിറത്തിൽ ഉപകാരപ്പെടും. അതൊക്കെ രഹസ്യമായി എത്ര ആളുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബീരാൻകുട്ടി ഉസ്താദും ചെറിയ ദർസാണെങ്കിലും ദർസിനെ നാം ആദരിക്കണം. ദർസ് വലിയ ബർക്കത്തുള്ളതാണ്, അത് വലിയ ബഹുമാനമുള്ളതാണ്.
പണ്ഡിതന്മാരെ സ്നേഹിക്കണം, ആദരിക്കണം, വെറുക്കരുത്. വല്ല അദബുകേടും വന്നാൽ പോയി പൊരുത്തപ്പെടിയിക്കണം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ മോത്ത് നോക്കിക്കൊണ്ട് ഒരാൾ പറഞ്ഞു, അന്ന് ഗ്രൂപ്പീസ് ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല, അന്ന് APക്ക് 2 ഗ്രൂപ്പൊന്നും ഇല്ല, ഈ ഗ്രൂപ്പ് വന്നാലും പണ്ഡിതന്മാർ ഉയർന്നവർ തന്നെയാണ്, ഏത് ഗ്രൂപ്പായാലും സുന്നി ആകണമെന്നുള്ളൂ. APK സംസ്ഥാനം ഇത് 3 വിഭാഗമാണ് ഇവിടെ സുന്നികളായിട്ടുള്ളത്. അവരാരും വിശ്വാസങ്ങൾ പേച്ചവരല്ല, അവരൊക്കെ നല്ലവരാണ്. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് തീവ്രമായി സത്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തന ഗോതയിലേക്ക് ഇറങ്ങിയവരാണ് ഒരു വിഭാഗം എന്ന് മാത്രം. ഏതായാലും പണ്ഡിതന്മാരൊക്കെ വലിയവരാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട EKയുടെ മുഖത്ത് നോക്കി നായന്റെ മോനെ എന്ന് വിളിച്ചു ഒരു ശൈത്താൻ. ഓനത് വിളിച്ചിട്ട് എന്ത് സംഭവിച്ചെന്നറിയുമോ? അയാൾ പണക്കാരനെ പണത്തിന്റെ ഹുങ്ക് കൊണ്ട് ചെയ്തതാ. അയാൾ മരിക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോയി നായന്റെ മോനെ എന്ന് സ്വന്തം മോനെ വിളിച്ചു. പിന്നെ അയാളൊന്നും ചൊല്ലിയിട്ടില്ല, അതോടുകൂടെ മരിച്ചുപോയി. ആഖിർ കലാം നായന്റെ മോനെ. എന്റെ EKയുടെ കുരുത്തകൾ തട്ടി മഹാന്മാരെ പണ്ഡിതന്മാരൊന്നും പറയരുത്. സ്നേഹിക്കണം, ആദരിക്കണം. അവരൊക്കെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നാടിലെ ദുരുസുവൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. ഉസ്താദുമാരെ ആദരിക്കണം, അവരെ നേരെ തിരിയരുത്, അവരെ ബഹുമാനിക്കണം. മുത്തവല്ലിമാര് അല്ലാഹു തആല അവർക്ക് ബറക്കത്ത് നൽകുമാറാവട്ടെ. ഈ നാടിൽ അഹമ്മദ് ഹാജി എടുത്ത പള്ളിയാണ്, അവരാണ് ഈ പള്ളിക്ക് എത്രയോ ഏക്കർ കണക്കിന് സ്ഥലം വഖഫ് ചെയ്തത്. ഒരു മകന് കൊടുക്കേണ്ടതിൽ അപ്പുറം സ്വത്ത് ഈ പള്ളിക്ക് വഖഫ് ചെയ്തിട്ടുണ്ട്. അവിടത്തേക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരുടെ മകൻ മൂസ ഹാജി, അതുപോലെ ആ കുടുംബത്തിലുള്ള ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ മുഴുവൻ ആളുകളും അല്ലാഹു അവർക്കൊക്കെ നന്മയും റാഹത്തും ബറക്കത്തും നൽകി അവരെ ദീനീ രംഗത്ത് ഉയർത്തുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് അവരെല്ലാവരും രംഗത്തുണ്ട്, ഇനിയും രംഗത്തേക്ക് വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള എല്ലാ ഭാഗ്യവും ആ കുടുംബത്തിനും ഈ നാട്ടുകാർക്കും അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഇവിടെ നമ്മെ സ്നേഹിച്ച എത്രയോ പാവങ്ങളുണ്ട്, അവരോടാണ് നമുക്ക് ഏറ്റവും മനസ്സെടുത്ത സ്നേഹം. കാരണം സ്നേഹം കൊണ്ട് പണം കൊണ്ട് ഒരിക്കലും ആഖിറത്തിൽ രക്ഷപ്പെടുകയില്ല, ദീനിന് കൊടുത്താലല്ലാതെ. എന്നാൽ പാവങ്ങളെ കൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടും. ഇവിടെയുള്ള പാവങ്ങൾ, ഉമ്മമാര്, അതുപോലെ തന്നെ പാവപ്പെട്ട സഹോദരന്മാർ, അല്ലാഹു അവർക്കൊക്കെ ബറക്കത്ത് നൽകുമാറാകട്ടെ. ഈ നാട് ഐശ്വര്യത്തിന്റെ നാടായി അല്ലാഹു തആല മാറ്റുമാറാകട്ടെ. എല്ലാ നിലക്കും അല്ലാഹു സഹായിക്കുമാറാകട്ടെ. ഇവിടെ നിന്ന് ഞാൻ ദർശെടുത്തുമ്പോഴും മറ്റുള്ള ഉസ്താദുമാർ ദർശെടുത്തുമ്പോഴൊക്കെ സഹായിച്ച ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ അല്ലാഹു തആല ബറക്കത്ത് നൽകട്ടെ. ഈ നാടിന് കുറെ പാരമ്പര്യമുണ്ട്. ഈ വഹാബികൾക്കെതിരിൽ അതാ കൊടുങ്കാറ്റായി വന്ന ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ആദ്യമായി കാലുകുത്തിയത് ഈ നാട്ടിലാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പതിയാണ് ഇവിടുത്തെ പള്ളിക്ക് തറക്കല്ലിട്ടിട്ടുള്ളത്. വലിയ മഹാനാണ്, വലിയ മഹാനാണ്. അവിടെ അനുസ്മരണ ഇൻഷാ അല്ലാഹ് വാസി ഉസ്താദിന്റെ നേതൃത്വത്തിൽ മേലേപ്പറമ്പിൽ നടക്കുന്നുണ്ട്. അതിലൊക്കെ നാം സഹകരിക്കണം. ആ മഹാന്മാരെ ഓർക്കണം, കഴിഞ്ഞുപോയവരെ ഓർക്കണം. അത് നമുക്ക് എത്രയോ പാഠങ്ങളും പഠിക്കാനുണ്ട്. വഹാബിയ അതിയായി വെറുക്കണം നമ്മൾ. നമ്മുടെ മനസ്സിൽ അതിയായ വെറുപ്പ് വേണം. ബിസിനസ് രംഗത്തും ഭൗതിക രംഗത്തുമുള്ള ബന്ധങ്ങളെ സംബന്ധിച്ചല്ല പറഞ്ഞത്. സലാം പറയരുത്, മയ്യത്ത് നിസ്കരിക്കരുത്, കൂടെ കൂടരുത്. ആ രൂപത്തിലാവണം. നിർബന്ധത്തിനൊക്കെ വഴിപ്പെടുക, നിർബന്ധത്തിനൊക്കെ കൂടുക, പിരിയുക, കച്ചവടത്തിൽ മറ്റൊക്കെ ബന്ധപ്പെടാം എന്നല്ലാതെ കണ്ട് മാനസികമായി അവരോട് അടുക്കരുത്. ബിദ്അത്ത് നമ്മുടെ മനസ്സിലേക്ക് കളർന്നു പോകുന്നത് ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾക്ക് അവരുടെ കാസറ്റുകൾ കേൾപ്പിക്കരുത്, അവരുടെ പ്രസിദ്ധീകരണങ്ങൾ നമ്മുടെ വീട്ടിൽ വാങ്ങരുത്, കരിച്ചു കളയണം. എത്രയോ സംഭവങ്ങൾ ഈ വിഷയത്തിൽ ഉദ്ധരിക്കാനുള്ള ടൈമില്ല. ബഹുമാനപ്പെട്ട സഅദി ഉസ്താദ് എനിക്ക് ഈ വേദി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.